நான் தூங்குவாரு. ആ കൊമ്പിന് ബലം പോരാ, മറ്റേ കൊമ്പിനോട് മാറ്റിക്കെട്ട്. കറക്റ്റ്. തൂങ്ങിച്ചേർന്നതിന് മുമ്പ് എറുമ്പ് കടിച്ച് കൊല്ലുന്നാ തോന്നണത്. நீங்க சொல்லுங்க, அவன் கேட்டது எல்லாமே கொடுக்கலாம்னு சொல்லுங்க. கீழே இறங்கி வர சொல்லுங்க. என்ன கொடுக்கல? அப்படியா? அப்பனு தெரியாதா? அந்த 3 சென்ட் அப்பன் அந்த மயில் வர்ணனுக்கு அடகுடி கொடுக்க போறேன். 3 சென்ட், அந்த 3 சென்ட் எனக்கு வேணும் சொல்லுங்க. அப்பத்தான் நான் கீழே இறங்கிடுவேன், இல்ல நான் தூங்க போறேன். அது எப்படியான கண்ணா? அது அவங்கிட்ட போக வேண்டிய இடம். அதுக்கு நியமம் இருக்கடா. அப்பாடே, அதுக்கு நியமம் இருக்காடா? அப்பத்தான் நான் தூங்குவேன். சொல்ல கீழே இறங்கி வா. வரமாட்டேன், வரமாட்டேன். ഇവിടെ നോക്കാൻ, ഇവിടെ നോക്കാൻ. ഇത് അഡ്ജസ്റ്റ്മെന്റ്. വൈദ്യനും വീരമണിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ്. ആളുകളെ പറ്റിക്കാനുള്ള ഏർപ്പാട്. അല്ലെങ്കിൽ പിന്നെ ഒരാളെ മേലോട്ട് നോക്കാനും തൂങ്ങാൻ കയറുമ്പോൾ കീഴോട്ട് ഇറങ്ങാനും. എന്തായി? ഒരു തൂങ്ങി മരണം നേരിട്ട് കാണാനുള്ള അവസരം എല്ലാരും കൂടെ തൊലച്ചല്ലേ നോക്കിക്കുന്നുണ്ട്. പോ അങ്ങോട്ട് അകത്തോട്ട് കയറ്റി കിടത്തിയാട്ടെ. കിടത്താനോ? കണ്ടാലേ അറിയാം, നല്ല ഉഗ്ര വിഷമാണോ. നിന്റെ തന്തക്കാരോ? കടിവായോടെ കടിവായോടെ കടിവായോ? ആ പാമ്പ് പിടിച്ച സ്ഥലേ. പാപ്പോ? ഞാൻ എന്തൊക്കെ ഏട്ടായി കേക്കുന്നേ? ഇനി ഞാനും എന്റെ മോനെ എങ്ങോട്ടും പോന്നില്ല. ഏട്ടന്റെ കൂടെ അവസാന കാലം വരെ ഏട്ടനെ ശുശ്രൂഷിച്ച് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞോളാം. ക്ഷമിക്കണം, വിഷം തീണ്ടി വന്നാണെന്ന് തെറ്റിദ്ധരിച്ചു. എന്റെ കൂടെ പുറപ്പാടോ, എന്റെ അന്ത്യം കാണാൻ വന്നതാ. അയ്യോ എന്റെ ദൈവമേ, എന്തൊക്കെ ഏട്ടനെ പറയുന്നേ? ഏട്ടന്റെ അന്ത്യം കാണാനാ ഞാൻ വന്നതെന്നോ? അമ്മ മരിക്കുമ്പോ എന്നോട് ഒരു വാക്കേ പറഞ്ഞിരുന്നുള്ളൂ, ഭഗീരഥന്റെ കാലം വരെ ഭഗീരഥനെ, സത്യഭാമയുടെ കാലം വരെ സത്യഭാമയെ നീ നോക്കണോന്ന്. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാനാ ഞാൻ വന്നത്. നോക്കിക്കള, കയറി വാടാകത്ത്. വരുമെന്ന് പറഞ്ഞതുപോലെ വന്നല്ലോ. അങ്ങോട്ട് കളിച്ചാട്ടെ. വടക്കൊരു യാത്ര. ലക്ഷണം കണ്ടിട്ട് വെള്ളിക്കെട്ടനാണെന്ന് തോന്നുന്നു. അയ്യോ എന്റെ പൊന്നുമോളെ ശിവേ, എത്ര നാളായി എന്റെ മോളെ കണ്ടിട്ട്. ഓ, ഞങ്ങളൊക്കെ പാവങ്ങളായി പോയില്ലേ, അതല്ലേ നിങ്ങളാരും അങ്ങോട്ട് വരാത്തത്? എന്തിനാ അങ്ങനെയൊക്കെ പറയണേ? അച്ഛൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ലെന്നറിയില്ലേ? മോളെ, ഇവനെ അറിയില്ലേ നിനക്ക്? ഇല്ല. സ്വന്തം മുറച്ചെറുക്കനെ അറിയില്ല എന്ന് പറഞ്ഞ കുറെ കഷ്ടം തന്നെയാണേ. ഇവ എന്റെ മകൻ, നിന്റെ മുറച്ചെറുക്കൻ സുകുമാരൻ. അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നോട് അമ്മ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, സുകുമാരനെ കൊണ്ട് ഏട്ടന്റെ മകളായ നിന്നെ കെട്ടിക്കണമെന്ന്. അപ്പൊ പിന്നെ അവസാന കാലം വരെ അച്ഛനെ നോക്കണമെന്ന് പറഞ്ഞതോ? അത് പിന്നെ അതിനു മുമ്പ് ഒരു ദിവസം പറഞ്ഞിരുന്നതാ. മോളെ ശിവപ്രിയേ. ഓ, എന്താ മോളെ? മോളാണോ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്നത്? കഷ്ടം. ചേച്ചി ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണോ? പാവം കുട്ടി, നീ തന്നെ മോളെ. വേണ്ട, ഇതിപ്പോ ഇപ്പോഴാണ് അമ്മായിമാരെ അറിയുന്നത്. കഷ്ടം തന്നെ. അമ്മായിമാരോട് ചെന്ന് ഇരുന്നാട്ടെ, നല്ല ക്ഷീണം കാണും. ഇവനെ അറിയില്ലേ മോളെ? ജയരാമൻ, എന്റെ മോനെ, നിന്റെ പുറത്തിറക്കാൻ. കുട്ടിക്കാലത്ത് രണ്ടും കൂടെ ഒരുപാട് തല്ലി കൂടിയിട്ടുണ്ട്. ഹലോ. കൂടുതൽ ഷൈൻ ചെയ്യല്ലേ, അവസാനം വലിഞ്ഞു പോകും. വലിഞ്ഞു കയറിയൊന്ന് നീയല്ലേ, നീ വലിഞ്ഞു. പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ടാണല്ലോ വരവ്. അതേടാ, ഒരുത്തനെ പെട്ടിയിലാക്കണം എന്റെ ജാതകത്തിലുണ്ട്. ഈ സിനിമയൊക്കെ ടിവിയിൽ പിടിക്കുന്നില്ലേ, അതാ ഇവന് ജോലി. വലിയ വലിയ ആൾക്കാരൊക്കെ എന്റെ മോന്റെ കൂട്ടുകാരാ. വെറുതെയാ സിനിമാ പോസ്റ്റർ ഒട്ടിക്കലേ അവരുടെ പണി. ഞാൻ ആരാണ്? നീ മമ്മൂട്ടി എടുത്ത് ചോദിച്ചു. ഒന്നും ചോദിക്കാനില്ല, ഇങ്ങോട്ട് വാ. വൈദ്യമഠത്തിൽ ഭഗീരഥൻ വൈദ്യരുടെ മൂത്ത മരുമകനാണ് ഞാനെങ്കിൽ ശിവപ്രിയ ഞാൻ കല്യാണം കഴിച്ചിരിക്കും. ഈ സൗദാമിനിയുടെ മകനാണ് സുകുമാരനെങ്കിൽ ശിവപ്രിയ സുകുമാരന്. ചേച്ചി, നമ്മൾ തമ്മിൽ തർക്കമൊന്നും വേണ്ട. നീ ആയിട്ട് സഹോദരങ്ങളെ തമ്മിൽ അടുപ്പിക്കണ്ട. മോനെ, ഈ മണ്ടിയുടെ വാക്കായിട്ട് നീ അവളെ മോഹിക്കണ്ട. വല്യമ്മേ പറയുന്നത്. ഏത് വല്യമ്മ പറഞ്ഞാലും ശരി, വാശിയെങ്കിൽ വാശി. ശിവപ്രിയ വിവാഹം കഴിക്കുന്ന ആരാണ് നമുക്ക് കാണാം. വിഷക്കടിയേറ്റ് വന്നത് നീങ്ങളാ? വിഷക്കടിയാ? പാമ്പ് പിടിച്ചു വന്നത്. ഒരു കടിയല്ലടോ വീരമണി. എന്റെ പേരെങ്ങനെ അറിയാം?
അറിയാം, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. വെറുതെ മനുഷ്യന് വട്ടം ചുറ്റിക്കാതെ കാര്യം പറയണ. എടാ വീരമണി, ഞാൻ സുകുമാരൻ, ഈ വൈദ്യമഠത്തിൽ ഭഗീരഥൻ വൈദ്യരുടെ അനന്തരവൻ. അല്ല, അമ്മാനെന്ന മനസ്സിലായില്ല. അന്ന ഇഷ്ടപോലെ ഉള്ളായിരുന്നപ്പോഴല്ലേ എനിക്ക് അറിയായിരുന്നത്. അന്ന എന്ന് വന്നത്? വന്നതല്ല, വിളിച്ചു വരുത്തിയതാണ്. വൈദ്യമഠത്തിലെ ഇളം തലമുറക്കാരനായി എന്നെ അമ്മാവൻ വിളിച്ചു വരുത്തിയതാണ്. അമ്മാവൻ ക്ലോസ് ആകാൻ പോകുന്ന കാര്യം നീ അറിഞ്ഞില്ലേ? ഇല്ല. ആ, എന്നാൽ അത് സംഭവിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ചാർജ് ഹാൻഡ് ഓവർ ചെയ്യാനാണ് എന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, വൈദ്യമഠത്തിലെ ശിവപ്രിയെ മംഗലം കഴിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. തെരിഞ്ചിതാ? നിജമാവാ? എന്നാൽ ഇതൊന്ന് ആഘോഷിക്കണം. പിന്നെന്താ, റെഡി? ഇങ്ങ കിടക്കുമാ? എന്തോന്ന്? അതേ കിടക്കൂ. വാങ്ങണ്ട. അളയാ, തൊടാനെന്തെങ്കിലും താടാ. നല്ല സ്വയംഭ സാധനം കൂടെ. സ്വയംഭ സാധനം ഉള്ളൂടെ. ഇരട്ടടി വീരനാണ്. പോവും. വീരമണി, ഇന്ന് തൂങ്ങിച്ചാൻ മരത്തിൽ കയറുന്നില്ലേ? കയറണോ വേണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം രണ്ടെണ്ണം വിട്ടോട്ട്. ഇവിടെ ആവാ തമ്പി. ഇവിടെ ചുമ്മാ തമാശ പറഞ്ഞല്ലേ? ഹലോ, ഇതാണ് വൈദ്യമഠത്തിലെ ശിവപ്രിയ കുഞ്ഞിനെ കല്യാണം കഴിക്കാൻ പോകുന്ന സാറ്, സുകുമാര സാറ്. അപ്പൊ ഇന്നത്തെ ചെലവ് സാറിന്റെ വക. വേണ്ട, ഇയാൾക്ക് വാങ്ങി കൊടുക്കരുത്, കൊളമാക്കും. അതൊന്നും സാരമില്ല, ഏതായാലും കെട്ടാൻ പോവല്ലേ. ഒരു കുപ്പി അവർക്ക് കൊടുത്തേക്ക്, പണമുണ്ട്. കാശുള്ള സാറാ. എക്സ്ട്രാ 2 കുപ്പി. പിടി. നല്ല സാധനം. 2 കുപ്പി പറ. വൈദ്യമഠത്തിലെ ശിവപ്രിയ കുഞ്ഞിന് ആര് കല്യാണം കഴിക്കണോ നാട്ടുകാരായ ഞങ്ങൾ തീരുമാനിക്കും. അയാള് പരമയോഗ്യനായിരിക്കണം. എന്നെ പോലെ നന്നായിട്ട് തീരുമാനമൊക്കെ അറിഞ്ഞിരിക്കണം. മാത്രമല്ല, അയാളൊരു മുറുക്കും പമ്പായിരിക്കണം. അല്ലാതെ ഇതുപോലെ നിർക്കൂലിയായ തനിക്ക് എന്ത് യോഗ്യത ഉള്ളത്? എന്റെ യോഗ്യതയെ കുറിച്ച് ചോദ്യം ചെയ്യാൻ നീ ആരാണ്? ഞാൻ ആരാണെന്ന് പറഞ്ഞുതരാം. അതെ, എന്റെ ആശന് വെള്ളം അടിച്ചിട്ട് എഴഞ്ഞ് എന്റെ അടുത്ത് വരണ്ട, ഞാൻ കാണിച്ചുതരാം. ഇവിടെ കാണിക്കാൻ പോകുന്നു. ഭംഗിയായിട്ട് കാണിച്ചു. ഇത് കാണിക്കാനാണ് എത്ര പാടുപെട്ടത്. വൈദ്യമഠത്തിൽ നിന്ന് ആരെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോട്ടെ, എനിക്ക് വയ്യമ്മ. തോട വേണം, മണിത്തോട വേണം, പിന്നെ കൂടെ കിലങ്കണതോട വേണം. കല ഉണ്ട് തോട വേണം, മണിത്തോട വേണം, തോട വേണം, മണി. ഇതാര്? അയ്യോ, അവിടെ നിൽക്കേ. ഇതാകെ തൊന്തരവായല്ലേ. അയാള് പറയുന്ന അയാളാണ് കെട്ടാൻ പോകുന്നതെന്ന്, ഇയാള് പറയുന്ന ഇയാളാണ് കെട്ടുന്നതെന്ന്. ഞാനിത് ആര് പറയുന്നു വിശ്വസിക്കണം? നീ ഞാൻ പറയുന്ന അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി. നീ ഒരു കാര്യം ചെയ്യും, ഇന്നലെ അവൻ അടിച്ച് ബൂസായിട്ട് ഓടാൻ കിടന്ന കാര്യം അമ്മാവനോട് പറയണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അത് പിന്നെ ഒരു പിന്നെയില്ല. ഞാൻ ഇവിടുത്തെ ആളായി കഴിഞ്ഞാ പിന്നെ നീ ആയിരിക്കും എന്റെ പിയെ. നിന്നെ ഒരു വഴിക്കാക്കിയിട്ടേ വേറെ കാര്യമുള്ളൂ. സത്യം. ആപത്ത് വരുമ്പോ വഴിക്കിട്ടിട്ട് നീ ഓടുവല്ലേ? അന്ന പിടിവിട്. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ, അടിക്കുമ്പോ ലേശം അടിക്കാവൂ. 8 അടി വീരനാണ്, എഴുന്ന വരുമെന്ന്. പാവപ്പെട്ട വീരമണി ഉദ്രവിക്കണ്ട. അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അമ്മാവൻ അറിഞ്ഞു. നീ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ല. എടാ, അഭിമാനത്തിന്റെ പ്രശ്നമല്ല, ഇവിടെ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ അതോട് ചെല്ല്. കഥനമണ്ഡലം ഒരിക്കൽ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ അവിടെ ചെന്നാ മതി. കളിയാക്കണ്ട. നിന്റെ പൂതി എന്തായാലും നടക്കാൻ പോകുന്നില്ല. നീ സീരിയൽ പിടിക്കാനെന്നും പറഞ്ഞ് സാധു പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന വിവരം ഞാനും ശിവപ്രിയ അറിയിച്ചു കഴിഞ്ഞു. എന്നാലേ നീ വെള്ളം അടിച്ച് പോലീസുകാരന്റെ ഛർദ്ദിച്ചാൽ ഞാൻ മോന്റെ അടുത്ത് പറയും. നീ പറയൂടാ. നിങ്ങളിങ്ങനെ ഞാൻ ഒന്ന് പറയട്ടെ. ശിവപ്രിയക്ക് ചെടികൾ വളരെ ഇഷ്ടമാണല്ലേ? എന്താ? അല്ല, അമ്മ എപ്പോഴും പറയും നമ്മൾ തമ്മില് നല്ല ചേർച്ചയാണെന്ന്. ആണോ? എന്താണെന്ന് അറിയില്ല. എന്നും ഉറങ്ങാൻ കിടക്കുമ്പോ എനിക്ക് ശിവയുടെ മുഖം ഓർമ്മ വരും. അന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അമ്മാവൻ ഉണ്ടാക്കി വെച്ച ലേഹ്യം ജയരാമൻ കട്ടുതിന്നു. അത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്മാവൻ എന്നെ ഒരുപാട് തല്ലി. അതില് വേദനിച്ച് ശിവ ഒരുപാട് കരഞ്ഞു. ഓർമ്മയുണ്ടോ?
ചേട്ടൻ 2ാം ക്ലാസ് പഠിക്കുമ്പോ ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല. ഇല്ല, ജനിച്ചിട്ടില്ലെങ്കിലും ഓർമ്മയുണ്ടാവുമല്ലോ. ഞാൻ ദുർബലനായ ഒരു ചെറുപ്പക്കാരനാണ്. ആ ജയരാമനെ പോലെ ഒരു ദുശീലവും എനിക്കില്ല. ഞാൻ കള്ളു കുടിക്കില്ല, പുകവലിക്കില്ല, അവനെ പോലെ പെണ്ണുങ്ങളുടെ പുറകെ നടക്കാറില്ല. സുമാര എന്തൊക്കെയുണ്ട്? ശിവപ്രിയെ, നമുക്ക് ഈ പൂന്തോട്ടം ഒന്ന് മനോഹരമാക്കണം. ഇവിടെ ഡാലിയ, അവിടെ ആന്തൂറിയം, പിന്നെ പലതരം ഓർക്കിഡൊക്കെ വെച്ച് നമ്മുടെ മാരേജിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കണം. വെരി ഗുഡ്. ഇതേപോലൊരു തോട്ടക്കാരനെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളോ? ഞാൻ ആരെയും അന്വേഷിച്ചിട്ടില്ലല്ലോ. അല്ല, ഞാനും ചേരുമ്പോഴാണല്ലോ ശിവയ്ക്ക് വേണ്ടി തോട്ടക്കാരനല്ല, എന്താകാനും ഞാൻ ഒരുക്കമാണ്. പിന്നെ ശിവേ, നമ്മുടെ ഈ തോട്ടമൊക്കെ ഒന്ന് റെഡിയാവുമ്പോ ഈ ആളുകൾ കണ്ണുവിടാതിരിക്കാനും ഈ പക്ഷികളൊക്കെ കാക്ഷിക്കാതിരിക്കാനും വേണ്ടി നമുക്ക് നോക്കൂത്തിയായിട്ട് സുമാറിനെ നിർത്തിയാലോ? ഞാൻ പറഞ്ഞതിനോട് ശിവയ്ക്ക് എന്തുമാത്രം യോജിപ്പാണെന്ന് നോക്കണ. ആണോ ശിവേ? രണ്ടുപേരും പെർമനന്റ് നോക്കൂത്തിയലായിട്ട് ഇവിടെ നിന്നാ ഞാൻ രക്ഷപ്പെട്ടു. എന്റെ കൊച്ചു വൈദ്യരെ, എന്റെ മോൻ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റിരിക്കുക കേട്ടോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഞാൻ കയറെടുത്ത് കളയും. ഈ ആത്മഹത്യാ പ്രവണതയ്ക്ക് എന്തെങ്കിലും ഒരു മരുന്നുണ്ടോ ആയുർവേദത്തിലെ? ഉണ്ടല്ലോ, ധന്വന്തരി ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ആത്മഹത്യക്കുള്ള മരുന്ന്. അതായത് അഷ്ടസല്ലജങ്ങൾ ചാലിച്ചത് ഒരു 4 കഴിഞ്ഞ്, കുറുന്തോട്ടി 1/2 കിലോ, പിന്നെ കുക്കിലി, ചിപ്പിലി, കുന്തിരിക്കം, പിന്നെ കുറച്ച് കടലമാവ്, എല്ലാം കൂടെ ചേർത്ത് ഒരു പരുവത്തിന് കുഴച്ച്. അതെന്താ അവൻ കയറെടുത്തോണ്ട് വരുന്നേ? എന്താ എന്താ ആത്മഹത്യ അവിടെ നിൽക്കുക. അപ്പൊ ഇതെന്തോന്ന് പണി കാണിച്ചു? ഞാൻ പശുവിനൊക്കെ അയച്ചോണ്ട് വന്നല്ലേ. ഒന്നാമത് നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കൂടെ നിന്നാൽ കരല കൊടുക്കുന്നവനാ ഈ മാർത്താടൻ. ഇരട്ട കരളായിരുന്നു ആശാന്. പലർക്കായിട്ട് കൊടുത്ത് ഇപ്പൊ ഒറ്റ കരളേ ഉള്ളൂ. ഇല്ല ആശാന്? മാവിക്ക് മരവി എന്ന് പറയാനാ മരക്കുമരേശ. മോൻ അങ്ങോട്ട് മേടിച്ച് കുടിച്ചാട്ടെ, അകത്തങ്ങിറങ്ങും. നിങ്ങൾക്കറിയാവോ, ഒരേ ഗുരുവിന്റെ കീഴിൽ ശാസ്ത്ര അഭ്യസ്തവനാണ് ഞാനും ഭഗീരഥനും. വിഷവൈദ്യത്തിൽ ഭഗീരഥനും മർമ്മചികിത്സയിൽ ഞാനും തുല്യ സ്ഥാനം. പക്ഷേ എന്റെ വിദ്യ കൂടി അവൻ പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ഒന്നുമല്ലാതായി. ഈ നാടിന്റെ കൊട്ടാരം വൈദ്യനായി ആസ്ഥാനം മർമ്മ കേസരിയായി വിലസുണ്ടെന്ന് എന്റെ ആശാന് അയാൾ ചതിച്ചു. ശത്രുവിനെതിരെ പോലും മർമ്മം പ്രയോഗിച്ചാൽ മറുതട്ട് തട്ടി വരണം, അതാണ് പ്രമാണം. പക്ഷേ എന്റെ കാര്യത്തിൽ അവനത് ചെയ്തില്ല. ഞാൻ തോറ്റൊന്നുമല്ലാതായി, അവനിവിടുത്തെ പ്രമാണിയുമായി. നിങ്ങൾക്ക് ശിവപ്രിയയെ വേണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. പറഞ്ഞാട്ടെ, എന്തും പറഞ്ഞാട്ടെ, ഞങ്ങൾ അനുസരിക്കാം. ചോറ് അവിടെയും കൂർ ഇവിടെയുമായി നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. ചോറ് ഇവിടുന്ന് തന്നെ ആയിക്കോട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് ചപ്പാത്തി മതി. എന്താ? ഞങ്ങളെന്താ ചെയ്യണ്ടേ? നല്ലൊരു അടി കൊടുക്കണം, അതോടെ അവൻ വീഴും. അയ്യോ, അമ്മാവനെ അടിക്കാനോ? അതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. അടിക്കല്ലടാ, നല്ല അടിയാണെങ്കിൽ ഒറ്റ അടിക്ക് അവൻ വീഴും. അതിനുള്ള തന്ത്രമൊക്കെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് സമ്മതമാണോ? ഓക്കെ, സമ്മതമാണ്. എങ്കിൽ ശിവപ്രിയ സുകുമാരനെ, വൈദ്യമഠം ജയരാമനെ. സത്യം? സത്യം? അതെ, സത്യം. പക്ഷെ അമ്മാവന്റെ പാരമ്പര്യം നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ, എന്റെ തൽ സ്വരൂപം നിങ്ങൾ കാണും. അയ്യോ, അങ്ങനൊന്നും ഉണ്ടാവില്ല. വൈദ്യരെ കൽപ്പിച്ചാട്ടെ, അത് വള്ളി പുള്ളി വിടാതെ ഞങ്ങൾ അനുസരിച്ചോളാം. എന്താ? എങ്കിൽ ഒരു കളിക്ക് തയ്യാറായിക്കോളൂ. ശിവേ, ഞങ്ങൾ ഇറങ്ങുകയാണ്. ഈ വൈദ്യമഠത്തിന് ശ്രേഷ്ഠനായ ഒരു അനന്തരാവകാശിയെ കണ്ടെത്തിയിട്ട് ഞങ്ങൾ ഇനി തിരിച്ചു വരൂ. അങ്ങനെയെങ്കിലും ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ ശിവ ഞങ്ങൾ അനുവദിക്കണം. ഞങ്ങൾ വരട്ടെ അമ്മേ. പോയിട്ടു അമ്മനെ. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.